നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വനിതാ ഏകദിന വേൾഡ് കപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. വിശാഖപട്ടണത്ത് ഇന്ത്യയുടെ ഇന്നിങ്സിൽ അക്ഷരാർത്ഥത്തിൽ സ്മൃതി ഷോയാണ് നമ്മൾ കണ്ടത്. 66 പന്തിൽ 9 ഫോറും 3 സിക്സറും അടക്കം സ്മൃതി മന്ദാന 80 റൺസാണ് ഇന്ത്യക്ക് വേണ്ടി അടിച്ചു കൂട്ടിയത്. അതോടുകൂടി ഏകദിന ക്രിക്കറ്റിൽ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തികക്കുന്ന ബാറ്ററായിട്ട് അവർ മാറിയെന്നും മാത്രമല്ല, ഒരു കലണ്ടർ ഇയറിൽ 1000 റണ്ണ് തികക്കുന്ന ആദ്യ താരമായിട്ട് കൂടി അവർ മാറിയിരിക്കുകയാണ്. മോസ്റ്റ് റൺസ് ഇൻ എ കലണ്ടർ ഇയർ ഇൻ ODIs 1000 റണ്ണ് അവരിപ്പോൾ മറികടന്നിരിക്കുന്നു. ഇതിനു മുമ്പ് ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറഞ്ഞാൽ അത് എലിൻഡ ക്ലാർക്കിൻ്റെ ഓസ്ട്രേലിയൻ താരം 1997 നേടിയിട്ടുള്ള 970 റൺസായിരുന്നു. അത് മറികടന്ന് പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുന്നു സ്മൃതി മന്ദാന. ഏതായാലും അവരുടെ ബാറ്റിംഗ് മികവിൽ ഇന്ത്യ ഓസ്ട്രേലിയക്ക് മുമ്പിൽ 331 റൺസിൻ്റെ വിജയലക്ഷ്യമാണ് വെച്ചിരിക്കുന്നത്. ഇന്ത്യ ഓൾ ഔട്ടായി എന്നുള്ളതാണ്. അതായത് വളരെ മനോഹരമായിട്ട് കളിച്ച് ഇന്ത്യയുടെ 2ാം വിക്കറ്റ് വീഴുന്നത് 31ാമത്തെ ഓവറിലാണ്. പക്ഷെ നമ്മൾ 50 ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓൾ ഔട്ട് ആവുന്ന സ്ഥിതിവിശേഷം. 48.5 ഓവറുകളിൽ 330 റൺസാണ് നമ്മൾ അടിച്ചത്. സ്റ്റിൽ അതൊരു വലിയ സ്കോറാണ്. ഇന്ത്യക്ക് വേണ്ടി പ്രതിക റവാലും സ്മൃതി മന്ദാനയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 155 റൺസാണ് സംഭാവന ചെയ്തത്. 25ാമത്തെ ഓവറിൽ സ്മൃതി മടങ്ങുമ്പോഴേക്കും 66 പന്തിൽ നിന്ന് അവർ 9 ഫോറും 3 സിക്സും അടക്കം 80 റൺസ് അടിച്ചിരുന്നു. സഹ ഓപ്പണറായ പ്രതിക റവാല് 96 പന്തിൽ നിന്ന് 10 ഫോറും 1 സിക്സും അടക്കം 75 റൺസ് നേടി. ഹർലിൻ ഡിയോള് 38 റൺസ് അടിച്ചപ്പോൾ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 22 റൺസാണ് അടിച്ചത്. ജമീമ റോഡ്രിഗസ് 33 റൺസും റിച്ച ഘോഷ് 32 റൺസും സംഭാവന ചെയ്തു. പിന്നാലെ വന്നവർക്കൊന്നും വലിയ സംഭാവന കൊടുക്കാൻ പറ്റിയില്ല. അമൻജോത് കൗർ 16 റൺസ്, ദീപ്തി ശർമ്മ 1 റൺസ്, സ്നേഹറാണ് 8 റൺസുമായിട്ട് പുറത്താ നിന്നപ്പോൾ ക്രാന്തി ഗൗഡ് 1 റൺസ് എടുത്തു. ശ്രീചരണി ഡെക്കായിട്ട് പോവുകയും ചെയ്തു. ഏതായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി സദർലൻഡ് 9.5 ഓവറുകൾ എറിഞ്ഞ് 40 റൺസിന് 5 വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ സോഫി മോളിനെക്സ് 10 ഓവറിൽ 75 റൺസിന് 3 വിക്കറ്റുകളും വീഴ്ത്തി. എന്തായാലും ഇപ്പോൾ ഓസ്ട്രേലിയയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 2 ഓവറിൽ 13 എന്ന നിലയിലാണ് അവരുള്ളത്. ഇന്ത്യക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ വലിയ വിജയ സാധ്യത കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.